ഈ പദ്ധതിയെ നമ്മൾ അവലോകനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിൽവർ ലൈൻ ഉപേക്ഷിച്ചു എന്നുള്ളത് ഇപ്പോൾ തീരുമാനമായല്ലോ. അത് ഈ ശ്രീധരൻ പറഞ്ഞതുകൊണ്ടും സംസ്ഥാന ഗവൺമെന്റ് തന്നെ അതിനെ കേന്ദ്രം അത് അനുവദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് ഉപേക്ഷിച്ച മട്ട. അങ്ങനെ അത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സിൽവർ ലൈൻ നടപ്പാക്കാൻ വേണ്ടി സർക്കാർ എടുത്തിട്ടുള്ള ഒരുപാട് നടപടികളുണ്ട്. 10,000-കണക്കിന് വീട്ടുകാരുടെ റവന്യൂ റെക്കോർഡ്സ് മൊത്തം ലോക്ക് ചെയ്തിരിക്കുകയാണ് അവരുടെ മറ്റേ കുറ്റി അടിച്ചിട്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യണം. 2, ഇവർക്ക് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളുണ്ട്. ഒരുപാട് വീടുകളിൽ കുത്തിപ്പൊളിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അത് മുഴുവനും റീഇൻസ്റ്റേറ്റ് ചെയ്ത് കൊടുക്കണം. 1000-കണക്കിന് ആൾക്കാർക്കെതിരെയാണ് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സിൽവർ ലൈൻ പദ്ധതി പുറത്ത്. ആ കേസുകളെല്ലാം സംസ്ഥാന സർക്കാർ പിൻവലിക്കണം. ഇത്രയുമൊക്കെ അതുപോലെ അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ മുഴുവനും നികത്തി കൊടുക്കണം. ഇത്രയും ചെയ്യാതെ ഈ പദ്ധതിയെ കുറിച്ച് ചർച്ച പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നെ പോലത്തെ ആൾക്കാരുടെ അഭിപ്രായം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതിന് ഈ പദ്ധതിയുടെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ ഈ ശ്രീധരൻ പറഞ്ഞ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സംശയമൊന്നുമില്ല. നല്ല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ കേരളിന്റെ രേഖകൾ കണ്ടാലും അങ്ങനെ തന്നെയാണ് തോന്നിയിരുന്നത്. വളരെ മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. അവർ ആര് വായിച്ചാലും ഗംഭീര പദ്ധതിയാണെന്ന് തോന്നും. സൂക്ഷ്മമായിട്ട് നമ്മൾ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടിലേക്ക് പോകുമ്പോഴാണ് ഇതിന്റെ അപകടങ്ങൾ മുഴുവൻ തിരിച്ചറിയുന്നത്. അത് പുറത്തു വരാതിരിക്കാനായിട്ട് ഇത് രഹസ്യമായാണ് ആ രേഖകളെല്ലാം അവർ സൂക്ഷിച്ചിരുന്നത്, പുറത്തു വിടാതെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പൗരപ്രമുഖരെ മാത്രം വിളിച്ച് ചർച്ച ചെയ്യുക, ജനങ്ങളായിട്ട് ചർച്ച ചെയ്യാതിരിക്കുക. ആരെങ്കിലും എണീച്ച് റിപ്പോർട്ട് ഇതിന്റെ DPR വേണമെന്ന് പറയുമ്പോൾ അത് രഹസ്യരേഖയാണ്, പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറയുക. ഈ മുഖ്യമന്ത്രിയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് ഇനി തിരിച്ച് നമുക്ക് ഇവരെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ആദ്യമേ കാണിക്കാൻ തുടങ്ങുക. ഇപ്പോ ഒരു നയരേഖ, ഒരു രേഖ ഈ ശ്രീധരൻ സമർപ്പിച്ചിട്ടാണല്ലോ തുടങ്ങിയിരിക്കുന്നത് ഈ പരിപാടി. അതുപോലെ കേന്ദ്രം അതിന് അനുവാദവും കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 1 തൊട്ട് തുടങ്ങുന്ന പറയുന്നത് DPR. ആ രേഖ മുതൽ ഇപ്പോൾ വെബ്സൈറ്റിൽ ഇട്ടിട്ട് ഞങ്ങൾ ട്രാൻസ്പെറന്റ് ആണെന്ന് പ്രഖ്യാപിക്കട്ടെ. അപ്പൊ നമുക്കത് എല്ലാവർക്കും കാണാൻ കഴിയും, നമുക്ക് തന്നെ അവലോകനം നടത്താൻ പറ്റും. ഇതിപ്പോ ചില ആൾക്കാരുടെ വാക്കുകളുടെ പുറത്തൊന്നും അവലോകനം നടത്താൻ നമ്മൾ വിദഗ്ധരൊന്നുമല്ല. അത്തരത്തിലുള്ള വൈദഗ്ധ്യം ഒന്നും ഇന്ന് ആർക്കും ഇല്ല, പറ്റിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അതാണ് ആദ്യം ചെയ്യേണ്ടത്. ലെറ്റ് us be transparent about this. മൂന്നാമത്തെ കാര്യം എനിക്ക് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും പറയാനുള്ളത്, ഈ പദ്ധതി ജനങ്ങൾക്കുള്ളതാണെങ്കിൽ ജനങ്ങളുമായിട്ടാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ പൗരപ്രമുഖരുമായിട്ടല്ല. ഇത് രാജവാഴ്ചയല്ല. അത് ഇവർ കൃത്യമായി മനസ്സിലാക്കണം. മാത്രവുമല്ല, ചർച്ച മൊത്തം പൗരപ്രമുഖരുമായിട്ടും തല്ല് മൊത്തം സാധാരണ ജനങ്ങളുമായിട്ടും ആ പരിപാടി വേണ്ട. കേരളത്തിലൊരു ഒരു പദ്ധതി നടപ്പാക്കണമെങ്കിൽ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന പദ്ധതി ആയിരിക്കണം. ജനങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതികളായിരിക്കണം. ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന പദ്ധതി ആയിരിക്കണം. ഇതെല്ലാം നമ്മൾ ചോദ്യങ്ങളായിട്ട് ചോദിക്കും. അതിനുള്ള ഉത്തരം നന്നായിട്ട് തരാൻ പറ്റുമെങ്കിൽ, ട്രാൻസ്പെറന്റ് ആയിട്ട് തരാൻ പറ്റുമെങ്കിൽ ഏത് പദ്ധതിയും കൂടെ നടപ്പാക്കാൻ കഴിയും. അല്ലാതെ വെറുതെ പരിസ്ഥിതി പ്രവർത്തകരെയോ അല്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെടുന്ന ജനങ്ങളെ തല്ലിച്ചതച്ചോ ഇത് മുമ്പോട്ട് പോകാൻ പറ്റൂല. അപ്പോ ഇപ്പൊ ശ്രീധരൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആ ഒരു ഗൗരവത്തോടെ കാണാൻ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ പദ്ധതി ഈ പറഞ്ഞതുപോലെ ഈ ക്രൈറ്റീരിയകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമ്മൾ നോക്കാൻ തയ്യാറാണ്. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് എൻഗേജ് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. പക്ഷേ അതിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സിൽവർ ലൈൻ ഉപേക്ഷിച്ച സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസസ്, അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന്റെ കോമ്പൻസേഷൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ട് ലാൻഡ് ഇവർ ഫ്രീസ് ചെയ്തിട്ടുള്ളത് മറ്റേ അക്വിസിഷൻ ഓർഡറിന് വേണ്ടി ഫ്രീസ് ചെയ്തിട്ടുള്ളത്, അത് ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് കൊടുക്കണം. ഇത് അടിയന്തരമായി ചെയ്തിട്ട് മാത്രമേ ഇത് ചർച്ച ചെയ്യാൻ പോലും പറ്റുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.